ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള മേധജ് എന്ന് പറയുന്നത് അതായത് ഒരു കൺസൾട്ടിംഗ് കമ്പനിയാണ്. അപ്പോൾ മേധജിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്രൊഫൈലിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രധാന കമ്പനികളിലൊക്കെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊരു റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമേ നമ്മൾ മുൻപോട്ട് പോകാൻ പാടുള്ളൂ. അതല്ലാതെ ഒരാൾക്കും നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പെടരുത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഏതൊരു സെലക്ഷൻ്റെ ഭാഗമാണെങ്കിലും ഒരിക്കലും എന്താണ് അതത് കമ്പനികൾ നമ്മളെടുത്തുനിന്ന് ഒരിക്കലും ക്യാഷ് വാങ്ങില്ല. അപ്പോൾ എക്സാം ഫീ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് അന്വേഷിക്കുകയും അതിനനുസരിച്ച് ഉറപ്പാണെന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ പറയുന്ന ഒരുപാട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ എടുത്തുന്ന അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല ഏജൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് ജോലിയായിട്ടാണ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പ്രൈവറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ റെയറായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ പോസ്റ്റോടെ HR എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. അതിലൊരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അപ്പം ലക്നൗവിലാണ് അതിൻ്റെ പോസ്റ്റിംഗ്. അങ്ങനെ നമുക്ക് 1, 2, 3, 4, 5 കോളമാണ്. ഈ 5 കോളത്തിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്പീരിയൻസ് വേണം. അടുത്തത് നമുക്ക് PHP ഡെവലപ്പർ, BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 വർഷത്തിലധികം എക്സ്പീരിയൻസ് വേണം. ദെൻ അടുത്ത കണ്ടന്റ് റൈറ്റർ ഹിന്ദി, നിങ്ങൾക്ക് എനി ക്വാളിഫിക്കേഷനാണ്, മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് SSLC ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്താണ് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന ഹിന്ദി കണ്ടന്റ് റൈറ്ററിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. ദെൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൽ നിങ്ങൾക്ക് എനി ക്വാളിഫിക്കേഷനാണ്. ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഇതിൽ പറയുന്നില്ല. ഓക്കെ, പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതിൽ പറയുന്ന എക്സലിലൊക്കെയുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണമെന്നുള്ളതാണ്. സ്റ്റെനോഗ്രാഫറാണ്, എനി ക്വാളിഫിക്കേഷനാണ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലക്നൗവിലാണ് പോസ്റ്റിംഗ്. പിന്നെ ഇതിൽ നമുക്ക് 70 വേർഡ് പെർ മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്പീഡൊക്കെ ഉണ്ടായിരിക്കണം. ടൈപ്പിംഗിൽ സ്റ്റെനോയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇൻറ്റേൺഷിപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ടൈപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഗ്രാജുവേഷൻ ഇതിലേക്ക് നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ വേണ്ട. ലക്നൗവിലാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് BTech ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ആയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതുണ്ടോ, പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ മാത്രം മതിയെങ്കിൽ അത് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ഫ്രഷർ ഓർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഫ്രഷർ ആൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ഇതുപോലെ തന്നെ BTech സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ MER MTech ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ കേട്ടോ. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് വേണ്ട, പാൻ ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രഷറിനും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം, സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ എക്സ്പെർട്ട് ആണ്. ഇതിൽ നിങ്ങൾക്ക് BTech ആണ്, EO അല്ലെങ്കിൽ EEC അല്ലെങ്കിൽ EI അല്ലെങ്കിൽ CS IT ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 6 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആണ്. അത് പാൻ ഇന്ത്യ ആണ്. എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതിനടുത്ത് നിങ്ങൾക്ക് സ്മാർട്ട് മീറ്റിംഗ് എക്സ്പെർട്ട് ആണ്. ഇതിൽ നിങ്ങൾക്ക് BTech EE അല്ലെങ്കിൽ EEE അല്ലെങ്കിൽ IT MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് 10+ ഇയർ നമുക്ക് എക്സ്പീരിയൻസ് വേണം, പാൻ ഇന്ത്യ ആണെന്നുള്ളതാണ്. പിന്നെ അടുത്ത ടീം ലീഡർ, ഇതിലും നമുക്ക് 16 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങനെ നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ്. ഇതിൻ്റെ അടുത്തത് നിങ്ങൾക്ക് ഈ പറയുന്ന നോൺ ടെക്നിക്കൽ ഓർ ടെക്നിക്കൽ 2 കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്. നോൺ ടെക്നിക്കലും വിളിച്ചിട്ടുണ്ട്, ടെക്നിക്കലും വിളിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എനി ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പാൻ ഇന്ത്യ ആയിരിക്കും കേട്ടോ. അപ്പോൾ ടെക്നിക്കൽ അല്ലാത്ത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല, അതുകൂടാതെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നത് ബോത്ത് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. 2 കാറ്റഗറിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. ഇതിൽ 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കൂടുതൽ വർഷമുള്ളത് നോക്കുക. ദെൻ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിലും 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ ഫൈനാൻസ് എക്സ്പേർട്ടിൽ 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് CA CMA ICW ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ദെൻ IT മാനേജറിലും 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിങ്ങൾക്ക് BTech EE അല്ലെങ്കിൽ EEE നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2 വർഷത്തെ എക്സ്പീരിയൻസിന് പാൻ ഇന്ത്യ ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTech മെക്കാനിക്കലാണ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പാൻ ഇന്ത്യ ആണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് അടുത്തത് നിങ്ങൾക്ക് ഇവിടെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, BTech സിവിൽ എഞ്ചിനീയർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ GIS എക്സ്പേർട്ട്, ജിയോ ഇൻഫർമാറ്റിക്സ് സയൻസിലുള്ള ആ ഒരു എന്താണ് ബിരുദം, അല്ലെങ്കിൽ ഈ പറയുന്ന ജിയോളജിയോ ജിയോഗ്രഫിയോ ഒക്കെ ഈ പറയുന്ന റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ GIS ഒക്കെ നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊരു 3 ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ് കേട്ടോ. GISുമായി ബന്ധപ്പെട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് GISോ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങോ ഒക്കെ ജിയോളജി അല്ലെങ്കിൽ ജിയോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു PG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നിലവിൽ വന്നിരിക്കുന്ന കറണ്ട് ഓപ്പണിങ്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കാണ് വരിക. അതിൽ താഴോട്ട് നിങ്ങൾക്ക് ഓരോ പോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഏത് പോസ്റ്റിനാണ് ഇവിടെ അപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പോസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പോസ്റ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇനി അടുത്തായി പിന്നെ ഞാൻ ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ കാറ്റഗറി. ഓക്കെ, ഇങ്ങനെ 2 എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ നിങ്ങൾ എലിജിബിൾ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണും, നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് നെയിം ഇവിടെ കാണാം. പിന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, പേര്, ഫാദറിൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതുപോലെ പെർമനൻറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 10ാം ക്ലാസ് മുതലുള്ള ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അപ്പോൾ 10th എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സയൻസ്, കൊമേഴ്സ്, ആർട്സ്. നമുക്ക് 10th എന്ന് പറയുന്നത് ഇപ്പം ജനറലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സയൻസ് തന്നെ, സയൻസ് അതിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് 10th സയൻസ് തന്നെ കൊടുക്കുക. മറ്റു ഓപ്ഷൻ നമുക്കിതിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ഡ്രോപ്പ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ സയൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്, കാരണം നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാസ് ഔട്ടായ വർഷം കൊടുക്കുക. ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. ഇനി CBSE ICSE ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. ദെൻ +2ൻ്റെ നിങ്ങൾക്ക് ഇതുപോലെ ഏതാണ് നിങ്ങൾ +2 സയൻസോ കൊമേഴ്സോ ആർട്സ് ഏതാഴ്ച അത് കൊടുക്കാം. ദെൻ പാസ് ഔട്ട് ഇയർ കൊടുക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളും കൊടുക്കാം. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതാണ് BA BTech BSc BCom ഏതാഴ്ച നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഇതിൽ ഏതാഴ്ച നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇതിൽ പെടാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിൽ ഏതാ പെടാത്തതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പാസിംഗ് ഇയർ കൊടുക്കാം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവരാണെങ്കിൽ അതിനനുസരിച്ച് MBA MA MCom ME or MTech ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്തതിനനുസരിച്ച് കൊടുക്കാം. കാരണം ഞാനിപ്പം ഇതിൽ 10ാം ക്ലാസ് ഇത് ഡിഗ്രിയാണ്. നമുക്കിപ്പോൾ ഓരോ ഇതിനനുസരിച്ച് നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ റോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഈ എംപ്ലോയർ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ്. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഫ്രഷർ ക്ലിക്ക് ചെയ്യാറുന്ന് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ ഡിസേബിൾ ആയി പോയിക്കോളും. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രഷർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് പ്രിഫേർഡ് ലൊക്കേഷൻസ് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഏത് കേരളത്തിലാണോ ജോലി വേണ്ടെങ്കിൽ നമുക്കിവിടെ കേരള സെലക്ട് ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് സിറ്റി കേരളത്തിൽ എവിടെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഓപ്ഷൻ ഉണ്ട്. സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സിറ്റി അവിടെ ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ CV എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ലാംഗ്വേജസ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ജോലി ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് വേണ്ടത്, അതിൻ്റെ കീവേഡ്സ് കൊടുക്കാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണോ അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റിമാർക്സ് നിങ്ങൾക്ക് കൂടെ കൊടുക്കാം. അതൊക്കെ മാൻഡറ്ററി ആണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ജോബ് പ്രൊഫൈലിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു CV തന്നെ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മളെ CV കണ്ട് ഇമ്പ്രസീവ് ആയി കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, യാതൊരു ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് പണം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ചിലപ്പം നമ്മളെ ചീറ്റ് ചെയ്യാനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ക്യാഷ് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ.
ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അതെപ്പോഴാണ് അവർ നമുക്ക് അതിൻ്റെ റിപ്ലൈ തരിക അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കുള്ളൊരു ഓപ്ഷൻ ഞാനിപ്പോൾ നമുക്ക് നിലവിൽ കറണ്ട് വാക്കൻസീസ് വെച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം. കാരണം ഇങ്ങനെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ നോക്കിയ സമയത്ത് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിലും ഇട്ടത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. താങ്ക്